ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ ചേന വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരു വറവ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 2 കപ്പ് 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ട് 2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്, 3 അല്ലി വെളുത്തുള്ളി. ഇനി ഈ വലുപ്പത്തിൽ ഒരു ഇഞ്ചി വേണം. ഈ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1-2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് കുരുമുളകാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഈ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം. കളറെല്ലാം മാറി ഇതുപോലെ ആയി കിട്ടുന്നത് വരെ വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പൊ തേങ്ങ കളറെല്ലാം മാറിയിട്ട് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. അതിന്റെ റെസിപ്പി നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുരുമുളക് ചേർത്ത് കൊടുത്തല്ലോ, അതിന് പകരമായിട്ട് കുരുമുളകിന്റെ പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. പൊടികളെല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. വറുത്തെടുത്ത തേങ്ങ ചൂടാറി വന്നിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടില്ല, തരിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് അരഞ്ഞു കിട്ടേണ്ടത്. അരച്ചെടുത്ത തേങ്ങ ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ആ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടി കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം എല്ലാം 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കുക്കർ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അതൊന്ന് തിളച്ചു വരണം. തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചേന ചേർത്ത് കൊടുക്കണം. ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള 4 കപ്പ് ചേനയാണുള്ളത്. 250 ml കപ്പിൽ മെഷർ ചെയ്യുവാണെങ്കിൽ 4 കപ്പ്. ഇപ്പൊ ഈ അരപ്പ് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ചേന ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുത്തിയാണ് ഞാൻ ഈ ചേന വേവിച്ചെടുത്തിട്ടുള്ളത്. ഓരോ ചേനയുടെയും വേവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ഒരു വിസിൽ വരുത്തിയിട്ട് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ മാത്രം രണ്ടാമതൊരു വിസിലൂടി വരുത്തിയെടുക്കുക. ഇനി നിങ്ങളുടെ ചേന പെട്ടെന്ന് വേവുന്ന ചേനയാണെങ്കിൽ കുക്കറിൽ വേവിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്തെങ്കിലും തുറന്നു വെച്ച പാത്രത്തിലോ ചട്ടിക്കലത്തിലോ ഒക്കെ വേവിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ചേന നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ കറിയിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി ഇപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ കറിയിലോട്ട് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ചൂടായ ചീനച്ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി മൊരിഞ്ഞ് കളറെല്ലാം മാറി വരുന്നത് വരെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് കളറൊക്കെ മാറി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ താളിപ്പ് നമ്മൾ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. താളിപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 10-15 മിനിറ്റിന് ശേഷം മാത്രം കറി ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ കറി യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ആ സമയത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേനക്കറിയാണ്. ഇറച്ചിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചേനക്കറിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്